ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത്രയും എനിക്ക് ഫേവറേറ്റ് ആണ്, എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എം കഫേന്റെ ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഇതിപ്പോ ഞാനൊരു ചെറിയ അളവിലുള്ള സംഭവം മേടിച്ചിരിക്കണം. ദിസ് ഇസ് 30 ml. ഓക്കെ, പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. ആൻഡ് ഇതില് നമുക്ക് നയസിനമൈഡ് 5% ഉണ്ട്. ആൻഡ് ഇത് ഹൈഡ്രേഷൻ ആൻഡ് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അഗൈൻ ഞാനത് വീണ്ടും വാങ്ങിച്ചു. ഇനി അടുത്തത് എം കഫേന്റെ തന്നെ ഷിമ്മർ ബോഡി ബട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഷിമ്മർ എന്ന് കണ്ടപ്പോ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാൻ പോണേ. അപ്പൊ എനിക്കത് ഷിമ്മർ ആൻഡ് ഓൾസോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വിത്ത് കൊക്കോ ബട്ടർ ഇലുമിനൈസിങ് സോഫ്റ്റ് ഷിമ്മർ. അപ്പം അതൊരു എന്താ പറയാ, നമുക്ക് മോയ്സ്ചറൈസറും ആവും, പിന്നെ കുറച്ചൊരു പാർട്ടി നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഷൈൻ ചെയ്യാതെ എന്താന്ന് നോക്കാം. അപ്പൊ ഞാൻ നിങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അതൊന്ന് കുറച്ചിട്ട് നോക്കാം. വളരെ കുറച്ചെടുത്തിട്ടുള്ളു, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാ. കാണാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ശരിക്കൊരു ലൈറ്റ് ഷിമ്മർ ഉണ്ട് കേട്ടോ. കണ്ടോ, തിളങ്ങുന്നുണ്ടോ? ഇറ്റ് ഈസ് ഗുഡ്. ആൻഡ് ഓൾസോ കുറച്ചൊരു ബ്രൈറ്റ്നെസ് പോലെ. നല്ല കോഫീന്റെ മണം, യമ്മി. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ പ്രോഡക്റ്റ് കാണാം. മൂന്നാമത്തെ പ്രോഡക്റ്റും ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് ഓർഡർ ചെയ്തിരിക്കണേ. ട്രയൽ ആണ്, ട്രൈ ചെയ്ത് നോക്കാൻ. പിന്നെ ഡെഫിനറ്റ്ലി എം കഫേന്റെ പ്രോഡക്ട്സ് നമുക്ക് കണ്ണടച്ച് മേടിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണത്. ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ അവരുടെ സ്ക്രബും ഇതെല്ലാം മോയ്സ്ചറൈസറും നൈസിനമൈഡിന്റെ അതൊക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് എം കഫേന്റെ ബ്ലൂബെറി ബ്ലാസ്റ്റ് ബോഡി വാഷ് ആണ്. സോ നോർമലി എന്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഞാൻ പിയേഴ്സിന്റെ ഇതുപോലത്തെ ലിക്വിഡ് മാത്രമാണ് മേടിക്കല്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ദിസ് ഇസ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 300 ml. അപ്പൊ ഞാൻ ഇതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളും ഞാൻ ഇതില് മെൻഷൻ ചെയ്തേക്കാം കമന്റില്, മേ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ബ്ലൂബെറി അരോമ മണത്തോക്കട്ടെ. അരോമ ഉണ്ടെന്നാ പറയണേ. നക്ക് തിന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ബ്ലൂബെറിന്റെ ഭയങ്കര മണം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മുടെ നാലാമത്തെ പ്രോഡക്റ്റ്. ഇത് കണ്ടോ, ഇത് ശരിക്കും ഒരു കോഫി മഗ് ഇല്ലേ, അതുപോലെയാണ്. ഇതും നമ്മുടെ ബോഡി വാഷ് ആണ്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് ന്യൂ പാക്കേജ് ആണ്. സോ ഞാൻ ഇതിന്റെ പാക്കേജ് കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്താണ്. ഇതും എം കഫേൻ നേക്കഡ് ആൻഡ് റോ എക്സ്പ്രസോ കോഫി ബോഡി വാഷ് ആണ്. കോഫി എന്റെ ഫേവറേറ്റ് ആണ്. അപ്പം കോഫി ഫ്ലേവറിലുള്ളത് എന്തും എനിക്കിഷ്ടമാണ്. സോ ദിസ് ഈസ് വിത്ത് കോഫി ആൻഡ് നാച്ചുറൽ AHA ആണ്. ഓൾ സ്കിൻ ടൈപ്പിനാണ്. 300 ml തന്നെയാണ് ഇതിന്റെയും പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇട്ടേക്കാം. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി കോഫി കുടിക്കണം. അപ്പോ ഇതാണ് നമ്മുടെ നാലാമത്തെ പ്രോഡക്റ്റ്. സീരിയസ്ലി ഇത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇന്ന് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത അഞ്ചാമത്തെ പ്രോഡക്റ്റ് ആണ്. അഞ്ചാമത്തെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ്, കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്ന, വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എം കഫേന്റെ നേക്കഡ് ആൻഡ് റോ കോഫി ബട്ടർ സ്ക്രബ് ആണിത്. നമ്മുടെ ഡെഡ് സ്കിൻസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് റെജുവിനേറ്റ് ചെയ്ത് നല്ല എന്താ പറയാ സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനത് തുറന്ന് കാണിച്ചു തരാം. ഇതിലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്പാച്ചുല എന്നാണെങ്കിൽ പറയാം, കുഞ്ഞ് സ്പൂണ് നമുക്ക് അവൈലബിൾ ആണ്. അത് നോക്കിയേ, കുഞ്ഞ് സ്പൂൺ തടിയിലാണ് നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടിൽ. ഓക്കെ, കുപ്പിയാണ് ഇത്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത പ്രോഡക്റ്റ് ആണ്. എന്താ മണം ഇതില്. ഇതാ കണ്ടോ, ഇത് നമുക്ക് പാലിലോ
വെള്ളത്തിൽ, ഞാൻ നോർമലി വെള്ളത്തിൽ തന്നെയാണ് കലക്കല്. ഇതുപോലെ 2-3 സ്കൂപ്പ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട്, അപ്പോൾ നേരത്തെ സംസാരിച്ചിരുന്നപ്പോൾ ഒരു കോൾ വന്നു, അവർ കട്ടായി പോയി, കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ലാസ്റ്റ് നമുക്ക് 5th പ്രോഡക്റ്റ് സ്ക്രബ് ഒരു 2-3 സ്കൂപ്പ് എടുത്ത് വെള്ളത്തിലോ പാലിലോ അത്യാവശ്യം പേസ്റ്റ് പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. ബെസ്റ്റാണ് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ. അത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി, ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ, ഈ പ്രോഡക്റ്റിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്, നിങ്ങൾക്ക് മേ ബി ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ. സോ എന്തായാലും ഞാൻ ഇതിന്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു.